ജനിച്ചവനുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാം വിശുദ്ധ വംശമേ, ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാൽ ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലായിരിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുവാനും ദൈവം തന്ന വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറച്ച് നാളുകളായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ എനിക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം ഇന്നൊരവസരം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേർപാടുകളും എല്ലാം ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായി. അതിലൊന്ന് സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും ദൈവത്തിന്റെ പുണ്യനാമത്തിൽ ഞാൻ എൻ്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. ഇന്ന് അല്പസമയം നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് ഒരു വിഷയം ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് പങ്കുവയ്ക്കാം. അത് ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെയാണ് എത്രയും പ്രിയപ്പെട്ട ജോയി ചേട്ടനെ വിളിച്ച് വിവരം പറഞ്ഞത്. റെജി ചേട്ടൻ സംസാരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും ഇന്നെനിക്കൊരു അവസരം തന്നതിലും കിട്ടിയതിലും ദൈവത്തെ സ്തുതിക്കുന്നു. റെജി ചേട്ടനോടും ജോയി ചേട്ടനോടും ഉള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ദൈവമേ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് AI-യുടെ യുഗമാണല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇന്ന് എവിടെ നോക്കിയാലും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനും അതുപോലെ തന്നെ ആ ബുദ്ധിയെ നമുക്ക് എങ്ങനെ ഒരു ക്രിസ്തീയ ബുദ്ധിയാക്കി മാറ്റാമെന്നുമാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് എനിക്ക് ദൈവം തന്ന ഒരു പ്രചോദനം. അതിനുപരി ഇതിലിങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാരണം എൻ്റെ കൊച്ചുമോനാണ്. അവൻ 2 ആഴ്ച മുമ്പ് വീട്ടിലിരുന്ന് മമ്മിയോട് പറയാണ്, ഞാൻ സൺഡേ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ ഇനി പരീക്ഷ എഴുതണോ വേണ്ടയോ എന്ന്. അപ്പൊ അവനൊരു അപ്പൊ പെട്ടെന്ന് പുള്ളിയെ തീരുമാനമെടുത്തത്, മൊബൈൽ ഫോൺ എടുത്തു, ജെമിനിയെ വിളിച്ചു, ഞാൻ പരീക്ഷ എഴുതണോ വേണ്ടയോ, എനിക്കറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളെല്ലാം പറഞ്ഞു തരുമോ എന്ന്, അതിനുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഇന്നത്തെ സമൂഹം എത്രയോ വളർന്നിരിക്കുന്നു. നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് 1 വയസ്സും 2 വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ വരെ വളർന്നിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിലേക്ക് ആയേ ഉള്ളൂ. അപ്പോഴും നമ്മളെക്കാളൊക്കെ ഒത്തിരി അവര് ബ്രെയിനിൽ അല്ലെങ്കിൽ ശാരീരികമായ ഡെവലപ്മെന്റ് ഉണ്ടായില്ലെങ്കിലും മാനസികമായിട്ട് അവർക്ക് 60-70-ന്റെയും അടുത്തേക്ക് പോയോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ബുദ്ധിയെ നമുക്ക് എങ്ങനെ ദൈവബുദ്ധിയായിട്ട് ക്രമപ്പെടുത്താം, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് എങ്ങനെ വരാമെന്നാണ് എൻ്റെ ഒരു ഇത്. സാധാരണ നമ്മൾ ഈ കൊച്ച് ജെമിനിയെ വിളിച്ചു, പക്ഷെ ഒരു ക്രിസ്ത്യാനി വിളിക്കേണ്ടത് യെരമ്യാ പ്രവചനം 33:3 എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. അപ്പോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ വിളിച്ചപേക്ഷിക്കുന്നത് എൻ്റെ ദൈവത്തോടാണ്, അവന്റെ ദൈവത്തോടാണ് വിളിച്ചപേക്ഷിക്കുന്നത്. നാം ഇന്ന് ജെമിനിയോടും AI-യോടും അതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി പൈതൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അനുയായികൾ, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ഞാൻ പറയുന്നില്ല, ക്രിസ്തുവിന്റെ ആ ഒരു വേർപെട്ട ജീവിതത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ച് അതിലേക്ക് വന്നിരിക്കുന്ന നാം ഓരോരുത്തരും അവന്റെ പാതയെ പിന്തുടരുമ്പോൾ അവൻ എന്തു പറയുന്നു എന്നുള്ളതിനൊരു വ്യക്തമായ ഉത്തരം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കൂടി കാണാൻ കഴിയും. അതുകൊണ്ടാണ് യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന സദൃശവാക്യങ്ങൾ 1:7 പറഞ്ഞിരിക്കുന്നത്. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അതുപോലെ ബൈബിളിൽ 2 ഭാഗത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പക്ഷെ ആ പ്രവചനത്തിലും ഇതിലെല്ലാം മത്തായിയുടെ സുവിശേഷത്തിലും നമുക്ക് കാണുവാൻ കഴിയും, പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഈ പരിജ്ഞാനക്കുറവ് ഇന്ന് നമ്മളെല്ലാവരും നിലനിർത്താൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള ഉപകരണങ്ങളിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങനെ എന്ന് വേണ്ട, മോഡേൺ ടെക്നോളജിയാണ് ധരിക്കുന്നത്. പക്ഷേ ആ മോഡേൺ ടെക്നോളജിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് യേശുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തോട്, പിതാവാം ദൈവത്തോട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് താണിരിപ്പാനും അവന്റെ വാക്കുകളെ കേൾപ്പാനുമുള്ളൊരു കൃപ നമുക്കുണ്ടാകണം. അതിന്
അത്ര എളുപ്പമല്ല. മൊബൈൽ ഓൺ ചെയ്ത് ചോദിക്കാൻ നിസ്സാര കാര്യമുള്ളൂ. പൈസയുള്ളവർക്ക് കൂടുതൽ കൂടുതൽ ടെക്നോളജിയുള്ള അല്ലെങ്കിൽ സൗകര്യങ്ങളുള്ള ഫോണുകളും ആപ്പുകളും എല്ലാം വരുത്താൻ കഴിയും. പക്ഷേ ഒരു പൈസ പോലും മുടക്കില്ലാതെ എൻ്റെ ദൈവത്തിന്റെ മുമ്പാകെ എൻ്റെ ഈ വിശുദ്ധ വചനം അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ നിന്ന്, വേദപുസ്തകത്തിൽ നിന്ന്, വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് വളരെ കാര്യങ്ങൾ പറയാം. കാരണം ഞാൻ സർവ്വജനങ്ങളുടെയും ദൈവമായ യഹോവയല്ലോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതുപോലെ തന്നെ ഇതിൽ നിന്നറിയാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തില്ല. ഇതിൽ പറയാത്ത ഒരു കാര്യവും ലോകത്ത് സംഭവിച്ചിട്ടുമില്ല. ആ സംഭവിച്ചിരിക്കുന്നതെല്ലാം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. അപ്പോൾ യിരെമ്യാ 33:3 നമ്മൾ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ സങ്കീർത്തന 50:15 പറഞ്ഞിരിക്കുന്നു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോ പലരും പറയും കഷ്ടകാലമാണെന്ന്. കഷ്ടകാലം നല്ല കാലമാണെന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് യഹോവയുടെ വചനങ്ങളെ പഠിപ്പാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ എന്ന്. നമ്മളെപ്പോഴും കഷ്ടകാലത്ത്, അതുകൊണ്ടാണ് പഴയ ഉപദേശിമാരും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞു, ദൈവമേ നീ എന്നെ മറന്നോ, എനിക്കിന്ന് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലയോ എന്ന് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ കഷ്ടപ്പാടും പ്രയാസങ്ങളും വരുമ്പോൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വേദനാ സംഹാരി പോലെ നമ്മളത് ഒരു ഉപയോഗിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് ഒരു വേദനാ സംഹാരി അല്ല വേണ്ടത്, ഒരു സർജിക്കൽ ഓപ്പറേഷനാണ് വേണ്ടതെന്ന് പറഞ്ഞ മാതിരി. കാരണം പെയിൻ കില്ലർ കഴിച്ചാൽ താൽക്കാലികമാണ്, പക്ഷെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ശാശ്വത പരിഹാരമാണ്. ആ ഒരു പ്രത്യാശ നമുക്കുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ അത് പരിശുദ്ധാത്മാവായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. യാചിക്കുന്നാൽ നോക്കിയിട്ട് അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അതിന്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം. ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്രമാത്രം യാചിക്കുന്നു അത്രമാത്രം. അത് റേഷനായിട്ടല്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് അത്രേ. അത് ഒരു ലിമിറ്റ് ഇല്ലാതെ അൺലിമിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ പറയും, ഇപ്പോൾ അവിടെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അതിന്റെ ലിമിറ്റേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അത് എത്രമാത്രം കൂടുതൽ നമ്മൾ ചോദിക്കും അത്രമാത്രം നമ്മുടെ സ്വർഗത്തിനായ പിതാവ് നമുക്ക് കൈ നിറയെ കുലുക്കി തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക്, ദിനചര്യകളിലേക്ക് ഒരു സ്വയം അവലോകനം ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് ഒരു മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചോദ്യപേപ്പർ അല്ലെങ്കിൽ ആൻസർ കടലാസ് നോക്കുന്നത് പോലെ നമ്മളെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ, ഒരു സൂക്ഷ്മ പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം അറിയാൻ കഴിയും. എൻ്റെ കഴിഞ്ഞു പോയ ജീവിതകാലത്തിലേക്ക് എനിക്കൊന്ന് കണ്ണോടിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് കുറ്റങ്ങളും കുറവുകളും മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാരണം നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പുതിയ സൃഷ്ടിയായി, അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായി പ്രാർത്ഥിക്കുക, അത് ദൈവത്തോട് യാചിക്കുക. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, ദൈവമായ കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്റെ മേഴ്സി ആ ഒരു ദയയാണത്. അതിൽ നമ്മൾ താഴ്മയോടെ ഇരിക്കുക. ദൈവം തരും, അത് യാതൊരു സംശയവുമില്ല. നമ്മൾ എത്രമാത്രം കണ്ണീരോടുകൂടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു അത്രമാത്രം ദൈവം അത് കൈക്കൊള്ളും. അത് അവൻ ഉറക്കത്തിൽ കൊടുക്കുമെന്നല്ല, ഉറക്കത്തിൽ എന്ന പോലെ നമുക്ക് തരുന്നത്. അത് നമ്മൾ അതുകൊണ്ടാണ് സ്വർഗസ്വനായ പിതാവിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് യേശു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് എന്തെന്ന് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ യാചിക്കും മുമ്പേ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് നമ്മൾ ഇന്ന് അന്വേഷിച്ച് നടക്കുന്നത്. പക്ഷെ ദൈവം തന്ന ഉപകാരങ്ങളെ, അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്തു തന്ന ഉപകാരങ്ങളെ ഒന്നേ നീ മറക്കരുത്. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ എനിക്ക് വലിയൊരു കാര്യം സാധിച്ചു കിട്ടി എന്നൊക്കെ പറയാറുള്ളൂ. അതുപോലെ തന്നെ യെശയ്യാ
പ്രവചനം 44:3 പറഞ്ഞിരിക്കുന്ന ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. അപ്പോ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവിടെ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ഒരു അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആവശ്യമുള്ളതെന്ന് എൻ്റെ ദൈവം, എൻ്റെ സൃഷ്ടാവ് ഒരു സ്വന്തം മാതാപിതാവിനേക്കാൾ കൂടുതലായിട്ട് അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ കണ്ടിരിക്കുന്ന അവൻ നമ്മളെ കാത്തുകൊള്ളും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു പൂർണ്ണമേൽക്കാതെ ഒരു കോഴി മുട്ടയ്ക്കകത്ത് കുഞ്ഞെത്രമാത്രം ഒത്തിരി കേടുപാടുകളെല്ലാം വരാം, പക്ഷേ അത് സൂക്ഷിക്കേണ്ട മാതിരി സൂക്ഷിച്ചിരിക്കുമ്പോൾ അതിൽ യാതൊരു കേടും കൂടാതെ പുറത്തു വരുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണമെന്ന് നിന്റെ കാതിൽ മന്ത്രിച്ചു തരുമെന്നാണുള്ള വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും യിരെമ്യാ 33:3 പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവത്തോട് പറയാം. പക്ഷെ ആ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് കിട്ടിയതായ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദിയുള്ളവരാണോ എന്ന് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തണം, ഒരു ആത്മശോധന നടത്തണം. വീണ്ടും യെശയ്യാ 61:9 ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയെയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയെ അറിയും. അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയും. ഒരു ക്രിസ്ത്യാനിയെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പൊട്ടുകുത്തി അടയാളപ്പെടുന്നു, അല്ലെങ്കിൽ കുരിശ് വരച്ച് അടയാളപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഡ്രസ് കോഡിൽ മാറ്റം വരുത്തുന്നു, ഇതൊന്നുമല്ല അവന്റെ ലക്ഷണം. അവന്റെ സംസാരത്തിൽ, അവന്റെ പ്രവൃത്തിയിൽ, അവന്റെ നോട്ടത്തിൽ, അവന്റെ മാന്യഭാഷയിൽ എന്ന് വേണ്ട അവന്റെ ശാരീരിക ഘടന മുതലെല്ലാം ഒരു ദൈവ പൈതലിന് യോജിച്ചതാണെങ്കിൽ മറ്റ് ജാതികൾ അവൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ജനം എന്ന് പറയുമെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച് നടക്കുന്ന ഒരു സമൂഹമാണ്. നമ്മളിന്ന് പ്രയർ ഗ്രൂപ്പുകളിൽ ചെന്നാലും അവിടെ പോയാൽ നമുക്ക് എന്ത് അനുഗ്രഹം കിട്ടും, അല്ലെങ്കിൽ എന്ത് അടയാളങ്ങൾ നടക്കും, എന്ത് അത്ഭുതങ്ങൾ നടക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊന്നും തേടി എങ്ങും പോവേണ്ട. സങ്കീർത്തനം 171:7 പറഞ്ഞിരിക്കുന്നത്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, നീ എന്റെ ബലമുള്ള സങ്കേതമാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നതിന്റെ അത്ഭുതമാണ്. കാരണം എന്റെ നാവ് കുഴഞ്ഞു പോകാതെ അവിടുന്ന് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. എന്റെ കണ്ണെനിക്കൊരു അത്ഭുതമാണ്. ഈ ലോകത്ത് എത്രയോ പേര് ഈ ലോകത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ സ്വന്തം മാതാവിനെ പിതാവിനെ പോലെ കാണാതെ ഇരിക്കുന്നു. എന്റെ കണ്ണിലേക്കൊന്ന് ഞാൻ എന്റെ കണ്ണിന്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, അവ എന്തെല്ലാം രീതിയിൽ ഒരു അത്ഭുതമാണ്. അതുപോലെ നമ്മുടെ തലച്ചോറ് എന്ന് വേണ്ട, എവിടെ നോക്കിയാലും അത്ഭുതങ്ങളേ ഉള്ളൂ. നമ്മുടെ കാത് കേൾവിയില്ലാത്തവനെ കേൾവിയുടെ ആ ബുദ്ധിമുട്ട് അറിയാവുള്ളൂ. നമുക്ക് സുഖമായിട്ട് കേൾക്കുന്നത് കൊണ്ട് നമുക്കതിന്റെ വില അറിയില്ല. കണ്ണ് കാണാവുന്നതുകൊണ്ട് അതിന്റെ കാതിന്റെ ബലം നമുക്കറിയില്ല. നമ്മുടെ നാവ് എത്രമാത്രം മനോഹരമാക്കേണ്ടതായിരുന്നു, അതിനെപ്പറ്റി ഞാൻ വീണ്ടും പറയാം. പക്ഷെ നമ്മൾ അതിനെ പറ്റി എന്തെല്ലാം പലരും പറയാറില്ലേ, സംസാരിച്ചിരുന്നപ്പോൾ നാവ് കുഴഞ്ഞു പോയി. ഞാൻ രാവിലെ സന്ധ്യയ്ക്ക് കിടന്നു, രാവിലെ ഞാൻ എണിക്കുന്നു. അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണത്. ദൈവം താങ്ങിയത് കൊണ്ടാണ്, എൻ്റെ ദൈവം എന്നെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ അവിടെ എണിക്കാൻ കഴിഞ്ഞത്, എനിക്ക് നടക്കാൻ കഴിഞ്ഞത്, എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. ഞാനൊരു കുടിച്ച് അത് ഇറങ്ങാൻ കഴിഞ്ഞത് വരെ വലിയൊരു അത്ഭുതമാണ്. എത്രയോ പേര് ഒരു തുള്ളി വെള്ളം ഇറങ്ങാതെ ക്യാൻസർ രോഗികളും അല്ലാത്തവരൊക്കെ കിടക്കുന്നു. അതെല്ലാം നോക്കുമ്പോൾ നമുക്ക് എത്ര മനോഹരമായിട്ട്, എത്ര അത്ഭുതമായിട്ട്, എത്ര ഒരു ശക്തമായ ഒരു പരിപാലനമാണ് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ മുടി മുതൽ ഉടൽക്കാലിന്റെ നഖം വരെ, നഖത്തിന് കൊടുക്കുന്നതായ പ്രൊട്ടക്ഷൻ വരെ, അതെല്ലാം ദൈവത്തിന് വലിയൊരിതുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടാണ് നമ്മളുടെ ഹൃദയം. ആ ഹൃദയത്തെ അല്പം കൂടി സംസാരിച്ച് സമയം ഞാൻ നിർത്തിക്കൊള്ളും. അപ്പോ സങ്കീർത്തനം യോബിന്റെ പുസ്തകം 31:1, യോബ് 31:1. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ. അപ്പോ നമ്മുടെ കണ്ണ് നമുക്ക് ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും കാണാൻ കണ്ണ് വേണം. പക്ഷെ ഇന്ന് അരുതാത്തത് കാണാനായിട്ടാണ് നമ്മുടെ കണ്ണുകൾ ഏറ്റവും കൂടുതൽ പുറപ്പെടുന്നത്. ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവമാണ് ഇന്നത്തെ മൊബൈൽ ഫോൺ. ആരും കാണാതെ
പണ്ടാരോ പറഞ്ഞതുപോലെ പണ്ടൊരു ആവശ്യമില്ലാത്ത അനാവശ്യ ചിത്രം കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി തലയിൽ മുണ്ടിട്ട് ആരെങ്കിലും കാണണ്ടോ എന്ന് നോക്കി വേണമായിരുന്നു കയറാൻ. പക്ഷെ ഇന്ന് അതൊന്നും സ്വന്തം മൊബൈലില് ആരോടും ചോദിക്കാതെ ഏത് നേരത്തും വേണമെങ്കിൽ കാണാം. അതാണ് യോബ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ കണ്ണിനെ നമ്മൾ ഒന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. അവിടെയാണ് മത്തായിയുടെ സുവിശേഷം 5:28 പറഞ്ഞിരിക്കുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അപ്പോ നമ്മുടെ ഒരു നോട്ടത്തിൽ വരെ നമുക്ക് വ്യഭിചാര ക്രിയ നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ആ സ്ത്രീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ വരുന്നതല്ല വലുത്. അവരെ ഒരു നോക്കുന്നത് വരെ നമ്മളുടെ ഹൃദയം പാപം ചെയ്തു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര നമ്മുടെ കണ്ണിനെ കാത്തു സൂക്ഷിക്കണം, കാതിനെ കേൾവിയിൽ നിന്നെല്ലാം സംരക്ഷിക്കണമെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. അവിടെയാണ് സദൃശ്യവാക്യങ്ങൾ 6:25 പറഞ്ഞിരിക്കുന്നത്, അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്, അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കും വരുത്. അപ്പോ ഇന്നത്തെ മോഡേൺ ലൈഫില് പലരും പല രീതിയിലുള്ള ചേഷ്ടകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ മറ്റുള്ളവരെ, പുരുഷനായാലും സ്ത്രീ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ, അല്ലെങ്കിൽ അവരെ ആകർഷിക്കുവാനുള്ള പല പല വിദ്യകളും ഉണ്ടാവും. അത് പിശാചിന്റെ ഒരു പ്രവർത്തനമാണ്. ആ പിശാചിന് കടന്നു വരാനുള്ള ഒരു വലിയ മീഡിയമാണ് നമ്മുടെ ശരീരത്തിന്റെ വസ്ത്രധാരണവും അതുപോലെയുള്ള മേക്കപ്പും എന്ന് വേണ്ട പടവും നമുക്ക് കണ്ണിന് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ദോഷം വരുത്തുന്നതായ സംഗതികളാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഉപയോഗം ഈ പറയുന്ന ഞാൻ അടക്കമാണ് ഈ പറയുന്നത്, എനിക്ക് ഒഴിവുകളല്ല പറയുന്നത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഡ്രിങ്ക്സ് അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയേക്കാൾ കൂടുതൽ അടിമയാണോ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ആദ്യം തപ്പുന്നത് മൊബൈൽ ഫോൺ എവിടെ നിന്നാണ്. ആ മൊബൈൽ ഫോണിൽ എവിടെയാണ്, അവിടെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് വേണ്ട പുതിയ മെസ്സേജുകളുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം വാർത്തകളുണ്ടോ, ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ അത് ബെഡിൽ നിന്ന് എണീക്കുന്നത് തന്നെ. പക്ഷെ ദയവ് നമ്മുടെ ആരോഗ്യത്തിന് ഒരു കാര്യം ചെയ്യുക, നമ്മൾ രാവിലെ എണീച്ചാൽ ഒന്നും ചെയ്യേണ്ട, ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ നേരം ഈ സാധനം ഒന്ന് ഒഴിവാക്കി വെച്ചിട്ട് എൻ്റെ ദൈവത്തെ മനസ്സിലൊന്ന് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ 50% ഒരു പ്രയോജനപ്രദമായി എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. ആ കൂട്ടത്തിൽ അല്പം യോഗയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ശാരീരിക അഭ്യാസങ്ങൾ, തിമോത്തി പറഞ്ഞിരിക്കുന്ന പോലെ ശരീര അഭ്യാസങ്ങൾ ഈ ലോകത്തിൽ അല്പം പ്രയോജനമുണ്ട്. പക്ഷെ നിത്യജീവിതത്തിലേക്ക് അത് വലിയ പ്രയോജനം ചെയ്യില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ആനുകാലിക സംഭവങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പല രോഗങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ശരീരത്തെയും മനസ്സിനെയും ഒന്ന് ക്രമീകരിക്കാൻ അത് കഴിയും. അത് കഴിഞ്ഞിട്ട് മൊബൈലിലേക്ക് പോവുക. ഇന്ന് RCCയിൽ തിരുവനന്തപുരം ക്യാൻസർ സെന്ററിൽ, റിയൽ ക്യാൻസർ സെന്ററിൽ ചെന്നാൽ 1 വയസ്സിനും അല്ലെങ്കിൽ തീരെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും ബ്രെയിൻ ട്യൂമറാണ്. ബ്രെയിൻ ട്യൂമറിന്റെ യഥാർത്ഥ ഒരു കാരണം ഈ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം സ്വന്തം മാതാവും പിതാവും ചെയ്തതാണെന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ മാതാവിന്റെ മനസ്സിൽ വരുന്ന ചിന്തകളും അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷനും എല്ലാം ഈ കുഞ്ഞിനെ ഹാനി വരുത്തും. അതുകൊണ്ടാണ് എലിസബത്തിന്റെ അടുത്ത് മറിയ ചെന്നപ്പോൾ പിള്ള ഉദരത്തിൽ തുള്ളിച്ചാടി എന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സാന്നിധ്യം പോലും ഇതിന്റെ റീസൺ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തതെങ്കിൽ ഇവിടെ ദോഷം ചെയ്യുന്നവളെന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ നമ്മുടെ നാവ്, യാക്കോബ് 3:8 പറഞ്ഞിരിക്കുന്നു, നാവിനെയോ മനുഷ്യർക്കും ഇരിക്കാവതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. നമ്മുടെ നാവ് ഇത് വളരെ ദോഷം പിടിച്ചൊരു സാധനമാണ്. ഭയങ്കരമായ ഒരു മനുഷ്യനെ ജീവിപ്പിക്കാനും കൊല്ലാനും അതിന് കഴിയും. ഏകദേശമാണോ അല്ലെങ്കിൽ പോയിസണോ ഇതൊന്നും വേണ്ട, സ്വന്തം നാവ് തന്നെ മതി. അത് സർപ്പവിഷം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ വിഷം നമ്മുടെ നാവിലേക്ക് കുത്തിവെക്കാൻ നമുക്ക് കഴിയും. അത് ചിലപ്പോൾ നോട്ടം കൊണ്ട് വരെ അതിന് കഴിയും. ഈ നാവ് കൊണ്ട് നമ്മളൊരു വാക്ക് സംസാരിച്ചാൽ, പക്ഷെ തക്ക സമയത്ത് പറയുന്നതായ ഒരു വാക്ക് ദിവ്യ ഔഷധമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നവനെ ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിച്ചാൽ ചിലപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് അവനെ മടക്കി വരുത്താൻ കഴിയും. അതുപോലെ ആവശ്യമില്ലാത്തൊരു വാക്ക് ചിലപ്പോൾ അവനെ ആത്മഹത്യയിലേക്കും കൊണ്ടെത്തിക്കുമെന്ന് അതിരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാക്കിനെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. അത്
സങ്കീർത്തനം 143 പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 143. അവൻ സർപ്പം പോലെ തന്റെ നാവുകളെ കൂർപ്പിക്കുന്നു, അവരുടെ അധരങ്ങൾക്ക് കീഴെ അണലി വിഷമുണ്ട്. കടുത്ത പോയിസണാണ്. പൊട്ടാസ്യം സൈഡിനേക്കാളും പ്രശ്നമാണ് നമ്മുടെ നാവെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളതൊന്ന് ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് കേൾപ്പാൻ ബുദ്ധിയുള്ളവനും പറവാൻ താമസമുള്ളവനുമായിരിക്കട്ടെ എന്ന്. യേശു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഹൃദയം നിറഞ്ഞറിയുന്നതല്ലോ വായി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ സംസാരത്തിലും ഇതിലെല്ലാം നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും റോമാലേഖനം 3:13 വരുമ്പോ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ശപിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. അപ്പോ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിച്ചു നോക്കുക. ചിന്തിച്ച് നമ്മളെ പറ്റി ഒന്ന് പഠിക്കുക. അവിടെയാണ് ഇനി അടുത്തത് ഹൃദയം പ്രധാന ഭാഗത്തിലേക്ക് വരുന്നത്. ഹൃദയ വിചാരങ്ങളെ അറിയുന്നതായിട്ട് മുമ്പിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. ആ ഹൃദയകാലം മോശയുടെ കാലത്ത് എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തില് പറഞ്ഞിരിക്കുന്നത് വിവാഹമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് ഉപേക്ഷണത്തിന് എഴുതുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നമ്മൾ ക്ഷണിക്കുമ്പോൾ ഹൃദയപൂർവ്വം ക്ഷണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കാനാണ് നമ്മൾ ബൈബിളിൽ പല ഭാഗത്തും പഠിക്കുന്നത്. ദൈവം യേശു നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഹൃദയമാണ് ഏറ്റവും വലുത്. കാരണം നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടെന്ന് മാത്രം അതിനെ ചിന്തിച്ചാൽ പോരാ, അത് നാലാളുള്ള വസ്തുവാണ്. അത് നമ്മുടെ ബോഡിയിൽ ഈ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെ പറയുന്ന മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു സാധനമാണ്. അതിന്റെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞാൽ മില്യൻസ് ആൻഡ് മില്യൻസ് കൊടാനും കൂടി സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ആ ഓരോ സെല്ലിനും ഓരോ ഹൃദയമുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത് എത്ര ആണ് നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ നോക്കിയാൽ ഒന്നും നടക്കുകയില്ല എന്ന് ചുരുക്കം. കാരണം ആദാമിൽ തുടങ്ങിയതായ ആ സെൽസ് ഇന്ന് നമ്മുടെ ജീൻ മുഖേന നമ്മുടെ ദേഹത്ത് ഓരോരുത്തരും കാണാം. അപ്പോൾ ആ തലമുറയായിട്ട് നമുക്ക് കൈവന്നിരിക്കുന്നതായ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ആ അനുഭവത്തിൽ നിന്ന് മാറണമെങ്കിൽ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ എന്നാ പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തില്. അവങ്കലേക്ക് നോക്കിയ പ്രകാശകരായി എന്ന് പറഞ്ഞിരിക്കുന്നു. ആ ഹൃദയത്തിന്റെ നോട്ടമാണ്, അതിൽ കണ്ണുകൊണ്ടല്ല നോക്കേണ്ടത്, ആത്മാവ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആന്തരികമായ അവയവമാണ് നമ്മുടേത്. നമുക്ക് ആർക്കും കാണാൻ പറ്റിയതല്ല. പക്ഷെ അതിനെ പെട്ടെന്ന് പറഞ്ഞാൽ വൈദ്യുതി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ തൊട്ടാൽ വിവരം അറിയുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മനസ്സിനെ നമുക്ക് വിവേചിക്കാൻ കഴിയില്ല. പക്ഷെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്ക് കഴിയും. അത് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ പോലെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ തലച്ചോറില് അല്ലെങ്കിൽ ആദ്യം കണ്ണാണ് അല്ലെങ്കിൽ കണ്ണും കാതുമാണ് നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മളൊരു കാര്യം കേൾക്കുമ്പോഴാണ് അല്ലെങ്കിൽ കാണുമ്പോഴാണ് ബ്രെയിനിലേക്ക് അതിന്റെ സെൻസറിങ് നോട്ട്സ് ഇത് വേവ്സ് പുറപ്പെടുകയും അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് അതിനുള്ള നിർദ്ദേശങ്ങൾ കമാൻഡ്സ് പോകുകയും ചെയ്യുന്നത്. അപ്പൊ ആ പോകുന്ന കമാൻഡ്സിനെ അല്ലെങ്കിൽ ആ വാക്കുകളെ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേണം. ആ പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ നടത്തേണ്ടത്. കാരണം ഞാൻ എന്ത് പറയേണ്ടു, എന്ത് ചിന്തിക്കേണ്ടു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14:26 വരുമ്പോ എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകല ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞു നോക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ അവിടെ ഓർമ്മപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ പലതും മറന്നു പോകാം. പലരും പറയാറില്ല നീ പോകുന്ന വഴികൾ മറന്നു പോകരുതെന്ന്. പക്ഷെ അനുഗ്രഹമാണെന്ന് പലരും പറയാം. പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിൽ അതൊരു അനുഗ്രഹമല്ല എന്ന് ഞാൻ തീർത്ത് പറയുകയാണ്. കാരണം ദൈവം നമുക്ക് തന്ന ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷെ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പോന്നപ്പോൾ പിറുവിറുത്തതുപോലെ നമ്മൾ ഇന്ന് പിറുവിറുക്കുന്നവരാണ്. നമുക്ക് കിട്ടിയത് പോരാൻ എന്നുള്ളൊരു സ്വഭാവമാണ്. പക്ഷെ തന്നതുകൊണ്ട് തൃപ്തി, ആത്മസംതൃപ്തി, അതാണ് ഏറ്റവും വലിയത്. ആ ഒരു സംതൃപ്തി നമുക്ക്
ഭക്ഷണ കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം മധുഭക്ഷണത്താലും മറ്റേ ചിന്തകളാലും എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കി മുഴുവൻ വായിക്കാൻ സമയം ഒത്തിരി. അപ്പൊ അവിടെ ആ ഒരു ഹൃദയത്തിന്റെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ ആ ഹൃദയം നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ ഹൃദയത്തെ നമ്മൾ എത്രമാത്രം നമുക്ക് വലിയിൽ വരുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിങ്ങിൽ വരുത്താൻ കഴിഞ്ഞോ, അതുകൊണ്ടാണ് കണ്ണിനെ നിയന്ത്രിക്കുന്നവൻ അവന്റെ ശരീരത്തെ നിയന്ത്രിച്ചിരിക്കുന്നു. അതുപോലെ നാവിനെ നിയന്ത്രിക്കുന്നവൻ അവന്റെ ജീവിത നിലവാരത്തിലെ മാറ്റം വരുമെന്ന് ബൈബിൾ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. നമ്മളത് കൃത്യമായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ അതിനു വേണ്ടിയുള്ളൊരു ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ദൈവത്തോട് യാചിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം വീണ്ടും പറയുന്നത്, യാചിപ്പിന് നാകിട്ട് അന്വേഷിക്കും, കണ്ടെത്തും, മുട്ടവൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, അവൻ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വീഴുക, താഴുക, കേഴുക, ഈ 3 വാക്കുകൾ നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കിയാൽ, യേശു ഗെത്സമേന തോട്ടത്തിൽ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ശരീരത്തിലെ വേർപ്പുതുള്ളികൾ രക്തം പോലെ ആ ഭൂമിയിലേക്ക് ചാടി അവിടെ നമുക്ക് വേണ്ടിയുള്ള രക്തം അവൻ ഊറ്റി തന്നു തുടങ്ങി. അവസാനത്തെ തുള്ളി രക്തത്തിന്റെ ആരംഭം അവിടെയായിരുന്നു. എന്റെ ദൈവമേ, ആ യേശു പ്രാർത്ഥിച്ചതുപോലെ, അതാണ് പിതാക്കന്മാരെ പഠിപ്പിച്ചിരിക്കുന്ന മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥന. 7 നേരവും 20 എന്ന് വേണ്ട, ഏത് സമയവും നമുക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അപ്പോൾ യേശു അവിടെ കമഴ്ന്ന് വീണാണ് പ്രാർത്ഥിക്കുന്നത്. അതാണ് അവിടെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ വീഴുക. നമ്മൾ മുട്ടുമടക്കാൻ തയ്യാറാവണം. ഇന്ന് പലർക്കും മുട്ടുമടക്കാൻ ശാരീരികമായിട്ട് മുട്ടുമടക്കില്ല, മാനസികമായിട്ട് മുട്ടുമടക്കില്ല. ആ ഒരു മുട്ടുമടക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ, ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമാണ്. അത് കഴിഞ്ഞ് നമ്മളുടെ ഹൃദയ അഹങ്കാരങ്ങളെ, അതുകൊണ്ടാണ് അഹങ്കാരികളെ ദൈവം താളടിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അഹങ്കാരം നമ്മള് വൈദ്യനായി ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എന്ന ഭാവം അവിടെ നിന്ന് മാറ്റുക. ആ ഞാൻ എന്ന ഭാവം മാറ്റി കഴിഞ്ഞിട്ട് താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുക. അവൻ നമുക്കത് തക്ക സമയത്ത് തരും. അത് 1 സെക്കൻഡ് അങ്ങോട്ടും മാറില്ല, ഇങ്ങോട്ടും മാറില്ല. പക്ഷെ നമുക്ക് തോന്നുന്നു ഇപ്പൊ വേണമെന്ന്. പക്ഷെ അത് ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം നമുക്ക് തരും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ആത്മാർത്ഥതയോടുകൂടി, ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്ഷമ നമുക്ക് നമ്മുടെ ശരീരത്തിന്, കാരണം സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്ഷമയും സംസാരവും അത് അസ്ഥികൾക്കെല്ലാം വളരെ പ്രചോദനം ചെയ്യുന്നു. അത് മറ്റേ ദുഷിച്ച വാക്കുകൾ അസ്ഥികളെ ദ്രവിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഇവിടെ ഹൃദയത്തെ പോഷിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിനയത്തോടുകൂടി, താഴ്മയോടുകൂടി ദൈവസന്നിധിയിൽ കേണപേക്ഷിക്കാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയാണ്, ഓർപ്പിക്കുകയാണ്. വീണ്ടും യോഹന്നാൻ സുവിശേഷം 16:7-8 വരും. 7-8, 16:7-8. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയും, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോ ഈ പരിശുദ്ധാത്മാവാണ് ഒരു ക്രിസ്ത്യാനിയുടെ. അതുകൊണ്ടാണ് ഞാൻ അതിൽ വരാനിരിക്കുന്നത്. കാരണം ഈ ഏരിയയിലെയൊക്കെ കണ്ടുപിടുത്തങ്ങളോട് വരുമ്പോൾ ഇനിയിപ്പോ മനുഷ്യന് സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരെ വേണ്ടി വരില്ല. അതിനൊരു റോബർട്ടായിരിക്കും ചിലപ്പോൾ ഇന്റിമേറ്റ് ഫ്രണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ കണ്ണാലെ കാണുന്ന കാഴ്ച കൊണ്ട് നിനക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വചനം നിവൃത്തിയായേ പറ്റുള്ളൂ. നമുക്ക് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ബ്രെയിൻ സെൽസിന് ഡാമേജ് വരും, ഉറക്കം കുറയും, അതുപോലെ നമ്മൾ ക്ഷീണിച്ചു പോകും. അവിടെയാണ് നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നെ അടിമയായി മാറുന്നത്. ഒന്നുറങ്ങാൻ വേണ്ടിയായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ നാളിൽ ഞാൻ അല്ലെങ്കിൽ ഒരു കേസ് വന്നത്, ബാംഗ്ലൂർ പഠിക്കുന്നതായ ജോലി ചെയ്യുന്നതായ ഒരു ലേഡി IT മേഖലയിൽ 26-27 വയസ്സേ ഉള്ളൂ. ഇന്നവൾ ഫുൾ ബോട്ടിൽ കഴിച്ചാലും മയങ്ങിയില്ല, ഉറങ്ങുകയില്ല. അപ്പോൾ അതിനോട് ചോദിച്ചതെല്ലാന്ന് പറഞ്ഞാൽ, ആദ്യം അവളൊരു ഭയങ്കര വിഷമമായിരുന്നു, ടെൻഷനായിരുന്നു. അല്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു. പിറ്റേ ദിവസം പോയി ജോലി ചെയ്യാൻ കഴിഞ്ഞു. ആ അളവ് കൂടി വന്നു. ഇപ്പോൾ ഇതൊന്നും ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു ബോധം മറയുകയോ അല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ജീവിതം തന്നെ നശിച്ചു. ഇനി അത് പെതറ്റിനും അതുപോലെയുള്ള മറ്റ് രാസലഹരികളിലേക്ക് അത് പോകും. അപ്പോൾ കള്ളുകൂടി നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. മദ്യവും
കാണ്ഡ്യം കഴിച്ചാലും നിർത്തിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനമുണ്ട്. പക്ഷേ ഇന്നത്തെ MDMA അതുപോലെയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ മാക്സിമം 7 വർഷമേ അവന് ലൈഫുള്ളൂ. 3 തുടങ്ങി 7 വർഷം കഴിയുന്നതിന് മുമ്പ് അവന്റെ കാര്യത്തിന് തീരുമാനമാണ്. ഇത് ഉപയോഗിക്കുന്നവരെ നമുക്ക് കണ്ടാലറിയാം, അവർ സുന്ദരമായിട്ട് ചിരിക്കും. പക്ഷെ കക്കയിൽ നിന്ന് സുന്ദരമായ മാതിരിയുള്ളൊരു അവസ്ഥയായിരിക്കും അവരുടെ പല്ലിന്റെ അവസ്ഥ. അത് ഇങ്ങനെയുള്ളവരെല്ലാം മദ്യപാൻ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അത് പറയാൻ കാരണം അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ അസ്ഥികളും ദ്രവിച്ചു പോകും. മസിലും പോയി കഴിയുമ്പോൾ പിന്നെ അവനൊരു ജീവച്ഛവമായിട്ട് മാറും. ഇടയ്ക്കാൻ അവന് വയ്യാതെ വരും. നേരത്തെ ആഹാരം അവന് ഇറങ്ങില്ല. പക്ഷെ എന്നാലും അവൻ ഇതിനോട് ഈ ലഹരിയോടുള്ള ആസക്തി അവന് ഒഴിവാക്കാൻ കഴിയില്ല എന്നോർക്കുക. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 3:14 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അതെ, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഞാൻ ഒരു ദിവസത്തിൽ എത്രായിരം പ്രാവശ്യം പറയുമെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന ഭാവം. പക്ഷെ ഇത് ഞാനല്ല. ഇത് കാരണം ദൈവം നമ്മളെ അവന്റെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അഡ്വാൻസ് അല്ലെങ്കിൽ അച്ചാരം തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഒരു കാവൽ മന്ത്രിസഭ ഈ ശരീരത്തിന്റെ കാണുന്ന അസ്ഥികൂടത്തിന്റെ ഈ മാംസപിണ്ഡത്തിന്റെ ഒരു കാവൽക്കാരൻ മാത്രമാണ് നമ്മൾ. നമുക്കൊരു റൈറ്റും ഇല്ല ഇതിന് വരുന്ന അവകാശി. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ക്രിസ്തുവിന്റെ ശരീരത്തെ നമുക്കൊന്ന് പരിപാലിച്ചു കൊടുക്കാൻ മാത്രമേ അവന് പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നത്, വേണ്ടാത്ത കാര്യങ്ങൾ നാവ് കൊണ്ട് നമ്മൾ സ്തുതിക്കേണ്ട നാവ് കൊണ്ട് നമ്മൾ പറയുന്നു. ഒരേ നാവ് കൊണ്ട് സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. അതുപോലെ തന്നെ ശാപവാക്കുകൾ പറയുന്നതെന്നാണുള്ള വചനം പറയുന്നത്. അതുപോലെ നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ നേരിടുന്നതല്ല, അത് എത്രയോ മോശപ്പെട്ടതാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തണമെങ്കിൽ ദൈവത്തിന്റെ അതുകൊണ്ടാണ് ഓരോരുത്തരുടെ പറഞ്ഞതിന്റെ കൃപ നിർത്തുന്നത്. ആ കൃപയാണ് നമുക്ക് വേണ്ടത്. ആ കൃപയുടെ സാന്നിധ്യത്തിലേക്ക്, ആ വലയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ അവനെ നമുക്ക് ദൈവസന്നിധിയിലേക്ക്, കാരണം ആ പകലേക്ക് നമുക്ക് പ്രകാശിതരായി അവരുടെ മുഖം ലംഘിച്ചു പോയതുമില്ല. അപ്പൊ നമ്മുടെ സങ്കേതം മധ്യഭാഗത്തിൽ പറഞ്ഞില്ല, യഹോ മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത്. ആ യഹോവയിലേക്ക് ആശ്രയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരിതാണ്. ആ ദൈവത്തിലേക്ക് ആശ്രയിക്കുമ്പോൾ അത് നമ്മളൊരു പുതിയ സൃഷ്ടിയായി കിട്ടും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 6:2 പറഞ്ഞിരിക്കുന്ന, യഹോവയെ ഞാൻ തകർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയെ എന്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ എന്ന്. ഇന്ന് നമ്മളുടെ അടിമുതൽ മോളൻ എന്ന് വേണ്ട എല്ലാം നമുക്ക് രോഗം കൊണ്ട് ഒരു ശാരീരികം അല്ലെങ്കിൽ മാനസികമായ രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. പുറപ്പാട് 15:26 ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാവുന്നു. സങ്കീർത്തനക്കാരൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വചനമാകുന്ന അല്ലെങ്കിൽ യേശുവിനെ നമ്മൾ അവന്റെ അപ്പവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ അപ്പവീഞ്ഞുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കണം. കാരണം യിരെമ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇലയാതിൽ ചെന്ന തൈലം വാങ്ങുക, വളരെ ഔഷധം പ്രയോഗിക്കുന്നത് വെറുതെ. 43-ാമത്തെ കാണാൻ കഴിയും. 8 ഔഷധം ഉപയോഗിക്കാനും അതുപോലെ തന്നെ അമിതമായി ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവിടെ ദൈവവചനമാണ് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടത്. ആ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഔഷധം നമ്മുടെ ശരീരത്തേക്ക് പിടിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ആ അസ്ഥികളെ പിളർന്നിറങ്ങുന്നതായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്യം, അസ്ഥികളെല്ലാം തുളച്ചു കയറുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെയും ശരീരത്തിന്റെയും മനസ്സിനെയും ശോധന ചെയ്യുന്നതായ ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ ഇരിക്കുന്നുള്ള ഉത്തമ ബോധ്യത്തിൽ വരുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കുവാനോ മറ്റൊന്നും പ്രവർത്തിക്കുവാനോ അരുതാത്തൊന്നും പ്രവർത്തിക്കാൻ മന്ദബുദ്ധി എന്നല്ല ഞാൻ പറയുന്നത്.
കാരണം ദൈവത്തിന് പ്രസാദകരമായിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് യേശു പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല. ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും ഗീതാധ്യാലേഖനം 6:17 പറഞ്ഞിരിക്കുന്നു, ഇനി ആരും എനിക്ക് പ്രയാസപ്പെട്ടത് ഞാൻ യേശുവിന്റെ അടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് എന്ന ചൂട് പലരും പറയാറില്ല, പരിശുദ്ധാത്മാവ് വന്നപ്പോ എനിക്ക് ചൂടായിരുന്നതാണ്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഈ ചൂടടയാളം എന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ്, അതാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ മറ്റൊരാളായി മാറുകയാണ്. പുതിയ സൃഷ്ടിയാവുന്നത്. ആ പുതിയ സൃഷ്ടിയെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഘട്ടമുണ്ട്. അതാണ് ഏദൻ തോട്ടത്തില് തോട്ടം കാപ്പാനും അവനുമാണ് യഹോവ ദൈവം അവിടെ മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ പാർപ്പിച്ചത്. അതുപോലെ എന്റെ യേശു അവന്റെ തിരിശരീര രക്തങ്ങൾ അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റി തന്ന് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വരുത്തി അവന്റെ കൃപയാൽ നമുക്ക് ഒരു വലിയ പ്രത്യാശയാണ് നമുക്ക് തന്നു പോയിട്ടിരിക്കുന്നത്. വീണ്ടും വരുമ്പോൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും, മധ്യാകാശത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ അകമ്പടിയോടും കൂടി വരുമ്പോൾ ആ അകമ്പടി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ വരവ് ഏത് നോക്കിയാൽ അറിയാൻ കഴിയില്ല. എന്ത് കാര്യം ചോദിച്ചാലും പറഞ്ഞു തരുമെന്ന് പറയും. പക്ഷെ അവന്റെ വരവ് എപ്പോഴാണെന്നുള്ളത് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന മിശിഹാ തമ്പുരാൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെ പറയും? അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട വിശുദ്ധ ബൈബിളിലാണ് നമ്മുടെ ഗ്രന്ഥം, അല്ലെങ്കിൽ നമ്മുടെ മൂല്യമായിട്ടുള്ള ഇത് ഈ ഗ്രന്ഥത്തേക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ബൈബിളിനെ കവിഞ്ഞ് നമുക്ക് മറ്റൊരു ഗ്രന്ഥമില്ല. ബാക്കി എന്തെല്ലാം വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്ത് ലോകജ്ഞാനം കിട്ടും. പക്ഷേ ജ്ഞാനം കിട്ടാൻ അതെല്ലാം ഉപയോഗിക്കാം. പക്ഷെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം, പരിശുദ്ധനെ പറ്റിയുള്ള ജ്ഞാനം എന്നാണ് സദൃശവാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ആ പരിജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് ഈ വിശുദ്ധ ബൈബിൾ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു എത്രമാത്രം വചനങ്ങളെ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുമോ? നമ്മൾ നാവ് കൊണ്ട് പലതും പറയുന്നു, പലതും ഭക്ഷിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. രുചിച്ചറിവനെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു രുചിയായിരിക്കട്ടെ നമ്മുടെ നാവിന്റെ പ്രവർത്തനം. അതുപോലെ നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പിതാവ് പുത്രൻ പരിശുദ്ധ രൂപ തൃത്വം ഒരു മുപ്പിരിച്ചരട് പോലെ പ്രവർത്തിക്കുന്ന പോലെ നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് ഞാൻ പറഞ്ഞ് തിരിഞ്ഞുപോയി, ആത്മാവ്, ദേഹി, ദേഹം, ആ ഒരവസ്ഥ മൂന്നും നമുക്ക് ഒരുമിച്ച് അതിനെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം ധന്യമാകുമെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതൊന്നും പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഓടുന്നു, കിരീടം എനിക്ക് കിട്ടുമോ ഇല്ല എന്ന് അറിയില്ല, ഓട്ടം ദഹിക്കുകയാണ് ഉള്ളിൽ, കിരീടം കിട്ടുമെന്നുള്ളൊരു പ്രത്യാശ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശിക്ഷിക്കപ്പെട്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ അതിനൊന്ന് ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അത് യഹോവയായ ദൈവം, പിതാവാം ദൈവം മാത്രം അറിയുന്നു. അതുകൊണ്ട് ആ കാൽക്കീഴിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ഒരു മനോഭാവം, ഞാനെന്ന ഭാവം വിട്ട് എന്റെ ദൈവമേ നീ അറിയാതെ എനിക്കൊന്നും വരികയില്ല എന്നുള്ള ഒരു വലിയ ബോധ്യം എന്നിൽ നിങ്ങളെല്ലാം വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഓരോരോ വചനം പഠിക്കുമ്പോഴും അത് എന്റെ ദൈവമേ, അത് എന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണമേ. അത് ഹൃദയത്തിൽ നട്ടു വളർത്തി 30, 60, 100 മേനിയായി വിളയുവാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തരണം. അതുപോലെ തന്നെ കായ്ക്കാത്ത മുന്തിരിച്ചെടി അല്ലെങ്കിൽ പാഴ്ചെടി പോലെ എന്നെ വെട്ടിക്കളയാൻ ഇടവരുത്. അന്ത്യനാളിൽ പേർ വിളിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും പേര് നമുക്ക് അറിയാവുന്നവരുടെ ഈ ലോകത്തുള്ള പലരുടെയും പേര് വിളിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ആരും ഒരുത്തൻ പോലും നഷ്ടപ്പെടുന്നത് പിതാവ് യഹോവയും ഇഷ്ടപ്പെടുന്ന സ്വർഗ്ഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന്. കാരണം യേശു പറഞ്ഞിരിക്കുന്നു, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാട്ടിൻകൂട്ടങ്ങളും എനിക്കുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഈ ലോകത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായി പ്രവർത്തിക്കുന്ന എല്ലാ സംവിധാനങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. അതിന്റെ പൂർണ്ണപോരായ്മകളിലേക്കല്ല ഞാൻ കിടക്കുന്നത്. നമ്മൾ നന്മ കണ്ടാൽ അത് നന്മയാണെന്നും തിന്മ കണ്ടാൽ തിന്മയാണെന്നും പറയുവാനുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏവരെയും നയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം
പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ നാളുകൾക്ക് ശേഷം നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞല്ലോ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ പ്രോഗ്രാം കേൾക്കാറുണ്ട്, ഇതിൽ സംസാരിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഇന്നൊരു അവസരം തന്നല്ലോ. ഇനിയും ദൈവം അവസരം തരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ എനിക്കും അതിനൊരു ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, മോളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഫൈനെ ഓർത്ത്, മറ്റ് എല്ലാ കൊച്ചുമോനെയും മോളെയും മോനെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തി വെച്ചിരിക്കുന്നു. ദൈവനാമം മാത്രം മാറ്റപ്പെടുത്തുക. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ. അനുദിനമവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ? അനുദിനം